ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ പമ്പിൽ വന്നതാണ്. ഇന്നലെ രാത്രി നമ്മൾ ഏകദേശം 49 കിലോമീറ്ററിനടുത്താണ് ഇന്നലെ നമ്മൾ നടന്ന് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഇപ്പോൾ 9 മണി കഴിഞ്ഞു. രാവിലെ 7:30 തുടങ്ങി വൈകുന്നേരം 9 മണിയായപ്പോഴാണ് നമ്മൾ പമ്പിലെത്തുന്നത്. എനിക്ക് എൻ്റെ ഈ ഒരു യാത്രയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നടന്നൊരു ദിവസം ഇന്നലെ ആയിരുന്നു. അപ്പം ഇങ്ങനെ കഴിഞ്ഞ പമ്പിലുണ്ടായിരുന്ന ഷാഫിഖാനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ പമ്പിൽ ആളെ നമ്മൾ സെറ്റാക്കിയത്. അങ്ങനെ ഇവിടെ വന്ന് സജീർ ബ്രോനോട് പറഞ്ഞ് സജീർ ബ്രോണ് എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ റൂമിലാണ് ഞാൻ ഉള്ളത് കേട്ടോ. ഒരു ബെഡുണ്ടായിരുന്നു കിടക്കാൻ, അത് മാത്രം എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഇന്നലെ വന്നപ്പോൾ നല്ല ക്ഷീണമായതുകൊണ്ടാണ് ഞാൻ രാത്രി വീഡിയോ ഒന്നും എടുക്കായിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. 9:16 നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഒരു 8:30 വരെ ഞാൻ നല്ലോണം കിടന്നുറങ്ങി. 8:30 ആകുമ്പോഴേക്ക് എണീച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് ഇന്ന് പോകാനുള്ളത് 33 കിലോമീറ്ററാണ്. നമ്മളിന്ന് മിർഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സൗദി സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം 33 കിലോമീറ്ററാണ് നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും അങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റും. രാവിലെ ഞാനൊരു ചെറിയ സാൻഡ്വിച്ച് കഴിച്ചു. അതേപോലെ തന്നെ ഒരു കട്ടൻ ചായ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിച്ചു. വേറെ ആരും എണീച്ചിട്ടില്ല. ഞാൻ മെല്ലെ സംസാരിക്കുന്നത് എല്ലാ റൂമിലും കേൾക്കും. അവരൊക്കെ ഉറങ്ങുക. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ശല്യം ഉണ്ടാവാതെയാണ് ഞാൻ മെല്ലെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം. ഇതാണ് കേട്ടോ പമ്പ്. നമ്മൾ പോയി നോക്കട്ടെ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കും. ആരോ ഉള്ളതെന്ന് അറിയത്തില്ല. പോവാണ്. ബ്രോ എവിടെ? കാണാം. ഇനി ഒരു ദിവസം വരാം എന്തായാലും. സ്റ്റാർട്ട് ചെയ്യാം. ഓ കഴിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചു. ചായ കിട്ടിയോ? കോഫി പോകുമ്പോ നീ പഴം ഉണ്ട് എന്റെ ബാഗില്. സാൻഡ്വിച്ച് കഴിച്ചു. ഇനി വേണ്ട, ഭക്ഷണം കുറച്ച് കഴിക്കുള്ളൂ. രാത്രിയിൽ അങ്ങനെ കഴിക്കാറില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ 33 കിലോമീറ്റർ ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? ചെല്ലുമ്പോഴത്തേക്കും വിളിക്കാം, കുഴപ്പമില്ല. ഇത് നമ്മളെല്ലാം അങ്ങനെ നമ്മുടെ പമ്പിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ പമ്പ്. വെയിലിന് ചൂടൊന്നും ഇല്ല കേട്ടോ, അത് വലിയൊരു അനുഗ്രഹം. മറ്റേത് ഭയങ്കര പുകച്ചിലല്ലേ നമുക്ക് വെയിലിന്. ഇന്ന് വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, അടിപൊളി. പിന്നെ ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ കെട്ടി മാനൊക്കെ ഉണ്ടാവും. ഇതിനുള്ളിൽ ഇവരൊക്കെ ഫുള്ള് ഈ ഇതുണ്ടാക്കിയിട്ടിരിക്കുക, കാട് പോലെ ചെടിയെല്ലാം നട്ട് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മാന വളർത്തുന്ന ടീംസാണ്. ഇതിനുള്ളിൽ മാന വളർത്തും. പിന്നെ ഇവർ ഫുട്ബോളിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ. കുറേ വണ്ടി റെഡിയാക്കുന്ന ഷോപ്പുകളും അതേപോലെ തന്നെ സ്പെയർ പാർട്സ് കടകളും. അപ്പർ സൈഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഹൈവേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കഴിക്കായിരുന്നു. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ അപ്പർ സൈഡിലായതുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ സൈഡിലോട്ട് നിൽക്കാം. ഗൈസ്, നിങ്ങൾ ഗൾഫിലൂടെ മെട്രോ അല്ലാതെ വേറെ ട്രെയിൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? അതാ പോകുന്നുണ്ടോ? എത്തിഹാദ് റെയിൽ വഴി പോകുന്നതാണ്. ഇതെന്തോ വർക്കിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഇതാണ് എത്തിഹാദ് റെയിൽ. GCC മുഴുവൻ കണക്ട് ചെയ്യുന്ന റെയിൽ പാത വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ സാധനമാണ് ഇത് പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എന്തോ ഒരു വർക്കിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമായിരിക്കും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം. ഓടി തുടങ്ങിയിട്ടില്ല ട്രെയിനൊന്നും. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും ഓടി തുടങ്ങും. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെയാണല്ലേ? നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് എനിക്കൊരു ഹോട്ടൽ കിട്ടി. അപ്പോൾ ഞാൻ അവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനം വാങ്ങിയപ്പോൾ അവിടെ പാർസൽ മാത്രമേ ഉള്ളൂ, അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ബാക്കിൽ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഇരുന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഉണ്ടോ? ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതൊക്കെ ആരെങ്കിലും കണ്ടാലൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് ബാക്കിൽ നിന്ന് കാണിച്ചു നോക്കാം. മൊത്തം ഇവിടെ പാകിസ്ഥാനികളാണ്. അപ്പോൾ അവരൊക്കെ നോമ്പ് പോയിട്ടിരിക്കുകയല്ലേ, നമ്മൾ വെറുതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് വന്നു. എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകണം. ഫ്രൈഡ് ബിരിയാണി കേട്ടോ.
ബിരിയാണി ഫ്രൈഡ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കാം. ഒരു ടേസ്റ്റും ഇല്ല ചിക്കനൊന്നും, മസാലയും പിടിച്ചിട്ടില്ല. വലിയ ഗുണമെന്നൊന്നും പറയാനില്ല ഗൈസ്. ഫ്രൈഡാണ്, ചിക്കൻ ഉപ്പ് കുറവാണ്, മസാല പിടിച്ചിട്ടില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്. ഓക്കെ, 15 minute de salve 15 akşam രാവിലെ സ്നേക്കാ മഖ്ന ദിഖാസ്ദാ സ്വിച്ച്. കുറേ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടന്നു പോകുന്നത്, എന്തൊക്കെയുണ്ട് ബാഗിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും ഭയങ്കര അതിശയത്തോടെ കേട്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും സഹായം വേണോ, ചായ കാപ്പി വേണോ, നോയമ്പാന്നുള്ള അവർക്ക് പ്രശ്നമുണ്ട്. എന്തെങ്കിലും വേണ്ട, ഫുഡ് എന്താ വേണ്ടേ, ചായ എന്താ വേണ്ടേ എന്നുള്ളൊരു പ്രശ്നമില്ല, എല്ലാം ചോദിക്കുന്നുണ്ട്. അല്ലേ, ആൾക്കാർ, നല്ല മനസ്സുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട് ലോകത്ത് ഗൈസ്. അപ്പോൾ ഇതേ സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ്ട് നല്ല കാഴ്ച ഉണ്ട്. ഇതാ ഭയങ്കര ബ്യൂട്ടി, ഒരു ബ്ലൂ കളറിലെ സാധനം ഇങ്ങനെ ഒഴുകുന്നു. ഞാൻ നോക്കുമ്പോൾ, അപ്പോൾ ഇത് എവിടുന്ന് വന്നു എന്ന് ഞാൻ നോക്കുമ്പോൾ ഈ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കടലിൽ നിന്ന് അവർ തിരിച്ചിങ്ങനെ ഒരു ഐലൻഡ് ആക്കി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു പുഴയായി പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്ക് ഐലൻഡായിട്ട്, എന്നിട്ട് ഓരോരോ ആകൃതിയിൽ അതിങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ്. ഇതിങ്ങനെ പോയി ഇതുണ്ട്, ഓരോരോ ഇതൊക്കെ കഴിഞ്ഞതാ ഇങ്ങോട്ട് നീങ്ങി വീണ്ടും കടലിലേക്ക് തന്നെ പോകുന്ന. എന്തൊക്കെയാലും ഇവിടുത്തെ നിർമ്മിതികൾ. ഇങ്ങോട്ട് ആരും ട്രസ് പാസ് ചെയ്യാതെ കുറേ വേലിയിട്ട് തിരിച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കാറ്റ്, തണുത്ത കാറ്റ്, അടിപൊളി. ശരി, ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിക്കട്ടെ. ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും ഇവിടെ ഇരുന്ന, നല്ലൊരു സമാധാനം കിട്ടുന്നു ഇവിടെ ഇരുന്നപ്പോൾ. ആഹാ, പൊളി, അടിപൊളി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബൈനൂന അട്നോക്ക് പമ്പിലാണ്. ഇന്നലെയാണ് ഞാൻ ശരിക്കും പമ്പിൽ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു 4 മണിയായപ്പോഴാണ് പമ്പിലുള്ള അഫ്സൽ ബ്രോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്. ഞാൻ ശരിക്കും നമ്മുടെ അതിന് മുമ്പ് നിന്ന് പമ്പിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നത്. ഇവിടെ വന്നിട്ട് വിളിച്ചാൽ മതി ഓർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഫ്സൽ ബ്രോ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അഫ്സൽ ബ്രോയ്ക്ക് റിപ്ലൈ കൊടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ വരുമ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പമ്പിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു പേരുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ നിന്നു, രാവിലെ എണീക്കാൻ ലേശം ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല, കാരണം നമുക്കൊരു 50 കിലോമീറ്റർ എടുത്ത് നടക്കാനുണ്ട്, അങ്ങനെ നടന്നാൽ എന്തായാലും എത്താൻ പോകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഫുള്ള് ഇവിടെ റെസ്റ്റ് എടുത്തു. തലേദിവസം രാത്രിയാണ്, നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അഫ്സൽ ബ്രോ. അഫ്സൽ ബ്രോ ഈസ് ഫ്രം മേപ്പാടി. എന്താണ് ബ്രോ വിശേഷം? എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതാണ് അഫ്സൽ ബ്രോ, ഇതാണ് ബ്രോ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്. ബ്രോ പേര് പറഞ്ഞു? എവിടെയാണ് വീട്? വൈത്തിരിയാണ്. ഈ ബ്രോയും ഞാനും ഓറിയന്റൽ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അതെ, ജൂനിയർ സീനിയർ ബന്ധമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ബ്രോ ഇവിടെ ഉള്ളവരെ ഞാൻ അറിയുന്നത്. അഫ്സൽ ബ്രോനെയും ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ കാണുന്നല്ലേ, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അല്ലാതെ നേരിട്ട് ഇവിടെ വന്നിട്ട് കാണും. ബ്രോയുടെ പേര് പറഞ്ഞു? മൊയ്തീൻ. നാട്ടില് വളാഞ്ചേരി. ബ്രോയോ? താമരശ്ശേരി. ഞങ്ങളൊരു നാട്ടുകാരാണ്. എൻ്റെ കൈതപ്പൂലാണ്. ഒരു 15 കിലോമീറ്റർ. അതെ, ഒരു 15 കിലോമീറ്റർ താമരശ്ശേയി, ഞാൻ കൈതപ്പൂല്. അപ്പം അത്രയും വ്യത്യാസമുള്ളൂ. പുള്ളി ജോലിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഇപ്പോൾ ബ്രോ, ഇത് സച്ചിൻ ബ്രോ നാട്ടിലെവിടെ? മംഗലാപുരം. ബ്രോ ആണ് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരും. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സച്ചിൻ ബ്രോ ആണ് എന്നെ കൂട്ടി വന്ന് റൂമിലെല്ലാം ആക്കി തന്ന് കാണിച്ചു തരുന്നൊക്കെ ചെയ്തത് കേട്ടോ. ബ്രോയുടെ പേര്? മനോജ്. പാലക്കാടാണ്. അപ്പോൾ സിവിൽ ബ്രോയ്ക്ക് എല്ലാ ആശംസകളും, യാത്രയ്ക്ക് എല്ലാ ആശംസകളും. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഇവിടെ വരും, ഇവരായിട്ടൊക്കെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യും. നാളെ രാവിലെ എന്തായാലും ഞാൻ പോവാണ്. അപ്പം എല്ലാവരോടും അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.